വീട്ടിലേക്ക് പോവാണ് കേട്ടാ. ഇമ്മാനിച്ചേട്ടന്റെ വീട്ടിൽ പോകണല്ലേ, വെസ്റ്റ്മിൻസ്റ്ററല്ല, വേറെ കുറച്ച് സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും വീട്ടിലേക്ക് പോവാ. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. അമ്മേനെ ഇപ്പൊ പറഞ്ഞില്ലേ പ്ലേ സ്കൂളിൽ പോയിട്ടാ. അപ്പോൾ കുറേ ദിവസമായി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട്. ഗ്രീസിന് വെക്കേഷൻ തുടങ്ങിയിട്ട് അങ്ങനെ പോയിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. മമ്മി കുക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ വരാം, ഞാൻ ഉണ്ടാക്കാം. ഞാൻ വന്നിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കണം ചിലപ്പോ, അറിയില്ല. ഞാൻ വന്നിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ലേറ്റ് ആയി പോയി. ഇറങ്ങാൻ പോവാ, ഇറങ്ങാം. ഇതൊന്ന് പിടിച്ച ഫോണൊന്ന് പിടിച്ച. ഹെൽമെറ്റ് വെക്ക്. ഗേറ്റ് ചടയ്ക്കോ? വണ്ടിയുടെ കീ എടുത്തില്ലേ? പോരാട്ടാ. കൊച്ചു പിടിച്ചോ, കൊച്ചു ഗേറ്റ് അടക്കണം കേട്ടാ. പഠിക്കാ ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പം അങ്ങനതേ ഞങ്ങൾ വീട്ടിലെത്തി. ഗ്രേസ് ഹെൽമെറ്റ് വെച്ച കാരണം തലയിൽ ക്ലിപ്പൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഗ്രേസിൻ്റെ മുടി അപ്പുറത്തപ്പുറത്ത് രണ്ട് സൈഡിലൊന്ന് കെട്ടി കൊടുക്കാൻ കേട്ടാ. അല്ലെങ്കിൽ അവളിങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ നടക്കും കുറേ നേരം. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു പോകണം. സ്റ്റീവിന് അത് കഴിഞ്ഞിട്ട് എടുത്ത് വീട്ടിലേക്ക് പോകണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ ഗ്രേസിൻ്റെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഇവിടെ കുക്കിംഗ് തുടങ്ങി കുറച്ച് എന്താ പറയുക, ഒരു 3/4 ഭാഗമൊക്കെ ആക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പം മുട്ടക്കറിക്കുള്ള തേങ്ങേനെ കൊത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മുടി കെട്ടൽ നടത്തിക്കൊണ്ടിരിക്കുക. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. നല്ല പൊരി വെയിലാണ്. ഞങ്ങൾ നല്ല വെയിലത്താണ് ഇങ്ങോട്ട് വന്നത്. ഞാനാണെങ്കിൽ നമ്മൾ വെയിലത്ത് ഇടാറുള്ള ജാക്കറ്റൊന്നും എടുത്തില്ല. ആ ഒരു ഫ്ലോയിൽ വർത്താനം പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെയാണ് വെയിലത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഭയങ്കര ചൂടാണ്. അപ്പം കരിഞ്ഞുണങ്ങി ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ അപ്പം ഇനി നമ്മളിങ്ങനെ കുറച്ച് നേരം കുശലൊക്കെ പറഞ്ഞ് ഇരിക്കാം, വർത്താനം പറഞ്ഞ് അങ്ങനെ ഈ മമ്മിയുടെ നിന്ന് തേങ്ങക്കൊത്തൊക്കെ കഴിച്ചു. പിന്നെ സമൂസ ഉണ്ടായിരുന്നു, അങ്ങനെ സമൂസ കഴിച്ചു. അങ്ങനെ കഴിപ്പ് തന്നെ കഴിപ്പ്. അങ്ങനെ അതൊരു രസം. പിന്നെന്താ, മമ്മിയുടെ പണിയിലാണ് കേട്ടോ. അപ്പോൾ തേങ്ങ മുട്ടക്കറിയിലേക്ക് വേണ്ടി ഓൾറെഡി കുക്കറിൽ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങാപ്പാൽ പിഴിയാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങേനെ അരച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിയാണ്. ഗ്രേസ് ആണെങ്കിൽ ഇപ്പോൾ ഈ മനു ഒന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഇപ്പോൾ സമ്മർ ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അവനൊക്കെ സമ്മർ ക്യാമ്പിന് പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ അങ്ങനെ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഊഞ്ഞാലാടാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ അവൾ പറഞ്ഞു അതിനെന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെയല്ല ഊഞ്ഞാലെന്ന് പറഞ്ഞാലും ഞങ്ങൾ തിരിച്ചതുപോലെ തന്നെ പോന്നു. അങ്ങനെ മുട്ടക്കറിയിലേക്കുള്ള രണ്ടാമത്തെ പാലും ഒക്കെ ഒഴിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് ഞാൻ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പോൾ അതേ മുട്ടക്കറിയുടെ എല്ലാം ഏകദേശം പരിപാടികളൊക്കെ തീർന്നു. ഇനി താളിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിലേക്കുള്ള ചെറിയുള്ളിനെ ഒന്ന് അരിയാൻ വേണ്ടി ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കോൾഡാണ്, അതാണ് കേട്ടോ എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിങ്ങനെ ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസം ഫീൽ ചെയ്തേക്കാം. പിന്നെ ഇന്ന് രാവിലെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. 2 വീഡിയോ വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ മിസ്സിങ് നടക്കുന്നുണ്ട്. എന്നാലും മാക്സിമം 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ഉള്ളി നന്നാക്കൽ ഏകദേശം അങ്ങനെ തീരാറായിരിക്കുന്നു. ഗ്രേസ് ആണെങ്കിൽ അകത്തിരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ട, എരിവുണ്ട് ഓൾറെഡി. മസാലകളൊക്കെ കഴിഞ്ഞോ? അവിടെ കാന്താരി അപ്പം അങ്ങനെ അമ്മ കറിയൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ കാന്താരി മുളക് പറിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ. അപ്പം തൈര് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ കാന്താരിയും മുളകും കൂടി ചതച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചിട്ട് കഴിക്കാൻ സൂപ്പറല്ലേ. അപ്പോൾ അതും കൂടി ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കാന്താരിമ അത് കുറേ കാന്താരി മുളകൊന്നുമില്ല, നമുക്ക് അത്യാവശ്യത്തിനുള്ളതുണ്ട് കേട്ടോ. മുമ്പ് ഇവിടെ കുറേ കാന്താരി മുളക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു മമ്മി. അപ്പോൾ കാന്താരി മുളകിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, ആ ഒരു ഫ്ലേവറും. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മുളകുണ്ട്. അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളോ. നിങ്ങൾ ആരെങ്കിലും മലയാറ്റൂർമലയോ അതുപോലെ തന്നെ കനകമലയൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് കനകമലയുണ്ട്. അപ്പോൾ അങ്ങടെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ മിക്കപ്പോഴും മുമ്പ് എപ്പോഴും മലയാറ്റൂർമല കയറാറുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ കയറൽ കുറവാണ്. ഞങ്ങൾ കനകമലയിലേക്ക് ഒന്ന് കയറാൻ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ടൈമൊക്കെ നോക്കിയിട്ട് ഇന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്തായിരുന്ന ദിവസം. അപ്പോൾ ഇന്ന് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാളെ കനകമല കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വേപ്പല പൊട്ടിക്കാൻ വേണ്ടി ഇനി വന്നേക്കാണ്. നല്ല ഫ്രഷ് വേപ്പലയും കൂടി നമ്മുടെ ഇതിൽ മോരിൽ ചായച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. കഴിക്കവാ ഇത് മാജിക് ഉണ്ട് കാണിച്ചാ ഇങ്ങനെ അറിയോ? ആദ്യം ഒരു കളർ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് അതിന്റെ മുകളിലടിക്കുക, എന്നിട്ട് ഇതെടുക്കാം. അപ്പൊ ഇതേ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പൊ ചോറും പിന്നെ മുട്ടക്കറിയും ചെറിയുള്ളിയും നമ്മുടെ കാന്താരി മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ചെടുത്ത മോരും പിന്നെ റോസ്മേരി ഉണ്ടാക്കിയ ഉള്ളിത്തീയലും ഉണ്ടായിരുന്നു കേട്ടോ. റോസ്മേരി ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണേ. അപ്പോൾ ഡാഡിയും മമ്മിയും റോസ്മേരിയും ഞാനും ഗ്രേസും ഒക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങളിത് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. ആ സ്റ്റീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ വെക്കുമ്പോൾ സ്റ്റീവ് ഇവിടെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. സ്റ്റീവ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, മാങ്ങ ചമ്മന്തി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാങ്ങ ചമ്മന്തിയും ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മമ്മി ഇതേ പുളിയുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുളി മേടിച്ച് ഉപ്പൊക്കെ ഇട്ട് പുളി മേടിച്ച് എൻ്റെ കുരുക്ക് കുത്തി വെയിലത്തൊക്കെ ഉണക്കാൻ വെച്ച് ഉപ്പൊക്കെ ഇട്ട് മമ്മി ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഉരലിട്ട് ഇടിച്ച് ചതച്ച് അങ്ങനെ രീതിയിൽ ഉണ്ടാക്കണില്ല കേട്ടാ. ഉണ്ട ഉരുട്ടി ആ ഒരു ഷേപ്പിലാക്കി വെക്കാൻ പോവാണ് കേട്ടാ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മിയുടെ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം പ്രസ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ പുളി കാണുമ്പോൾ ഇപ്പം എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല വെയിലത്തുനിന്ന് എടുത്ത ആ ഒരു ഫ്ലേവറും പിന്നെന്താ എന്തായാലും സൂപ്പറായിരുന്നു. ഇതൊന്നേ ആകട്ടെ പുളി ടേസ്റ്റ് വായലിട്.
ഇനിയിപ്പോ ഇങ്ങനെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ അലിഞ്ഞ് ചേരില്ലേ? എത്ര രൂപ പുളിക്ക്? അത് 5 കിലോ പുളി കുത്തിയപ്പോ 3 കിലോ ആയി. 2 കിലോ കുരു പോയി. എന്താ കുരു ചെയ്തേ? അവിടെ ഇട്ടുണ്ടാണോ? എനിക്ക് എന്റെ പുളിങ്കുരു വറക്കായിരുന്നു. പണ്ട് വറുത്തത്. പുളിങ്കുരുവിന് വേറെ എന്തിട്ട് ചെയ്യാ? ഒരു മുമ്പൊക്കെ വറുത്ത് വെള്ളമായിരിക്കും, വെള്ളത്തിലിട്ടിട്ടേ കുതിർത്തി ഉപ്പൊക്കെ ഇവിടെ പോയി വെള്ളം കാണാൻ. മതിയായില്ലേ? ഗ്രേസു. അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി. സ്റ്റീവുടനെ ഇവിടെ കിടക്കുന്നുണ്ട് കുറെ നേരമായിട്ടാ. ചായയൊക്കെ വെച്ചു, പിന്നെ കുറെ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പോണേ ഉള്ളൂ. ഇവിടെ അവൻ ഭയങ്കര കരുതിലും വളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാ. ചിരിക്കണേ ചിരിക്കണേ ചിരിക്കണേ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി പോസ്റ്റ് ചെയ്യാൻ. രാവിലെ ഇടാൻ വിചാരിച്ച വീഡിയോ ആയിരുന്നു. ചുമക്കല്ലേ. അപ്പൊ ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അപ്പൊ ഓക്കേ, ബൈ ബൈ. ഓക്കെ പറയണില്ല കേട്ടാ. ഇന്നൂട്ടാ ഫാൻ കാണിക്കണോ? ഫാൻ കാണിച്ചു. ബൈ പറയണി.